ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ റെഡ്മി നോട്ട് 13 Pro Plus റിയൽമി 13 Pro Plus വേണ്ടിയിട്ടാണ്. അധികം വലിയതൊന്നും പറയുന്നില്ല, സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മാത്രമല്ല നമ്മുടെ ചാനലിന് വ്യൂസ് വളരെ കുറവാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ആഴ്ചയിൽ 2 വീഡിയോസ് വെച്ച് ഇടുന്നു, പക്ഷെ ഇപ്പൊ ടൈം കിട്ടാറില്ല ഇടാനായിട്ട്. എന്നാൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് സെറ്റ് ആക്കാൻ നോക്കാം. അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കല്ല. ലൈക്ക് വളരെ കുറവാണ് നമ്മുടെ വീഡിയോസിന്. ഒന്ന് ലൈക്ക് അടിച്ചോളൂ കേട്ടോ. ഇപ്പൊ റിയൽമി നോക്കുകയാണെങ്കിൽ അവർ ഇൻട്രൊഡക്ടറി പ്രൈസ് ഓഫർ ചെയ്തേക്കുന്നത് 30,000-നാണ്. ഇപ്പോഴും വിൽക്കുന്നത് 30,000 തന്നെയാണ്. പക്ഷെ റെഡ്മിയുടെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻട്രൊഡക്ടറി പ്രൈസ് എന്ന് പറഞ്ഞാൽ കൊടുത്തത് 35,000-ആണ്. ഇപ്പൊ ഫോൺ വളരെ കുറവാണ് വില. ആമസോണിൽ 22,000 രൂപയ്ക്ക് നമുക്ക് റെഡ്മി നോട്ട് 13 Pro Plus കിട്ടും. റിയൽമി നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 2ന്റെ പ്രൊസസ്സറാണ് വരുന്നത്. പക്ഷെ റെഡ്മി നോക്കുകയാണെങ്കിൽ മീഡിയടെക് ഡൈമെൻസിറ്റി 7200 എന്ന് പറഞ്ഞ അൾട്രയുടെ പ്രൊസസ്സറാണ് അത് യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ബെഞ്ച് മാർക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും റെഡ്മിക്ക് ആയിരിക്കും മുന്നോട്ട് നിൽക്കുന്നത്. കാരണം റെഡ്മി ഉപയോഗിച്ചത് 7200 എന്ന് പറഞ്ഞാൽ ഡൈമെൻസിറ്റിയുടെ പ്രൊസസ്സറാണ് അവർ ഉപയോഗിച്ചത്. ഇനി ക്യാമറയുടെ സെക്ഷൻ നോക്കാം. ക്യാമറയുടെ സെക്ഷനിൽ എനിക്ക് വിജയകരമായിട്ട് തോന്നിയൊരു ഭാഗം എന്ന് പറയുന്നത് റിയൽമിയാണ്. റിയൽമിയുടെ പെരിസ്കോപ്പ് ക്യാമറ നല്ല ക്ലാരിറ്റിയിൽ വരുന്നുണ്ട്. ക്യാമറ 50 മെഗാപിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. മാത്രമല്ല വൈഡ് ആംഗിൾ ക്യാമറ 50 മെഗാപിക്സലിന്റെ LYT എന്ന് പറഞ്ഞൊരു സെൻസറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ റെഡ്മി യൂസ് ചെയ്യുന്നത് ഐസോസെൽ എന്ന് പറഞ്ഞാൽ 200 മെഗാപിക്സലിന്റെ ക്യാമറയാണ്. റെഡ്മിക്കാണെങ്കിൽ 200 മെഗാപിക്സൽ ഉണ്ട്, പക്ഷെ റിയൽമിക്കാണെങ്കിൽ 50 ഉള്ളൂ. പക്ഷെ ക്യാമറയുടെ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ റിയൽമി ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ റിയൽമിക്ക് 32 മെഗാപിക്സലും റെഡ്മിക്ക് 16 മെഗാപിക്സലാണ്. റിയൽമിയിൽ നമുക്ക് 4K ഫ്രണ്ടിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും, പക്ഷേ റെഡ്മിക്ക് നമുക്ക് ഫുൾ HD വരെ പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല ബാക്ക് ക്യാമറയിൽ രണ്ടും 4K 30 FPS കിട്ടും. അത് കുഴപ്പമില്ല, നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ കിട്ടും. ഇനി ബാറ്ററിയുടെ നോക്കുകയാണെങ്കിൽ റിയൽമിക്കാണെങ്കിൽ 5200 mAh ഉണ്ട്. റെഡ്മിക്ക് നോക്കണമെങ്കിൽ 5000 ഉള്ളൂ. പക്ഷേ റെഡ്മിക്ക് അല്പം ഫാസ്റ്റ് ആയിട്ട് ചാർജ് കയറുന്നത്. കാരണം 120 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങാണ് റെഡ്മിക്ക് കൊണ്ടുവയ്ക്കുന്നത്. പക്ഷേ റിയൽമിക്ക് അത്ര ഇല്ല. അതുകൊണ്ട് തന്നെ ചാർജ് കയറുന്നത് റിയൽമിനെ അപേക്ഷിച്ച് റെഡ്മി എല്ലാം ഫാസ്റ്റ് ആയിട്ട് കയറും. രണ്ട് പ്രൊസസ്സറും, അതായത് റിയൽമിയുടെ സ്നാപ്ഡ്രാഗൺ 7S Gen 2 അതുപോലെ തന്നെ റെഡ്മിയുടെ ഡൈമെൻസിറ്റി 7200 എന്ന് പറഞ്ഞ അൾട്രയുടെ പ്രൊസസ്സറും രണ്ടും പ്രൊസസ്സറും 4 നാനോമീറ്ററിന്റെ ആർക്കിടെക്ചറാണ് വരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, അത്യാവശ്യം ഇതുണ്ടാവും, സ്പീഡും കാര്യങ്ങളും ഉണ്ടാവും. യൂസ് ചെയ്യണമെങ്കിൽ ലാഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ആന്റിറ്റി സ്കോർ നോക്കുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. റിയൽമിക്ക് ആണെങ്കിൽ 6,15,000 ആന്റിറ്റി സ്കോറും റെഡ്മിക്ക് നോക്കുകയാണെങ്കിൽ 7 ലക്ഷമാണ് ആന്റിറ്റി സ്കോറും കിട്ടും. നല്ല ഡിഫറൻസ് ഉണ്ട്. 85,000 സ്കോർ റെഡ്മിക്ക് കൂടുതലാണ്. ഇനി ബ്രൈറ്റ്നസ് നോക്കാം. ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് റിയൽമിക്ക് വരുന്നത് 2000 നിറ്റ്സും റെഡ്മിക്ക് 1500 നിറ്റ്സാണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റാണ് രണ്ട് ഡിസ്പ്ലേയിലും വരുന്നത്. പിന്നെ മാത്രമല്ല റിയൽമിനെ സംബന്ധിച്ചിടത്തോളം IP65 ആണ് വരുന്നത്. പക്ഷെ റെഡ്മിനെ സംബന്ധിച്ചിടത്തോളം IP68 ആണ് വരുന്നത്. അല്പം കൂടി വാട്ടർ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും റെഡ്മിക്ക്. മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മിനെ സംബന്ധിച്ചിടത്തോളം ബ്ലോട്ട് ബേഴ്സ് കൂടുതലാണ്. അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം, ഓക്കെ, ഐ അഗ്രി. അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല ലൈറ്റ് പറഞ്ഞ സന്ദർഭത്തിൽ അത് രാത്രിയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി അത്രയ്ക്കും മികച്ചതായിട്ട് തോന്നുന്നില്ല റെഡ്മിക്ക്. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഒന്ന് കമന്റിൽ രേഖപ്പെടുത്താൻ തോന്നാം. പിന്നെ റിയൽമിനെ സംബന്ധിച്ചോളം പെർഫോമൻസ് റെഡ്മിയുടെ അത്ര ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും. അത് 6,15,000 ആന്റിറ്റി സ്കോർ കാണിച്ചത്. അത് ഡീസൻ്റ് ആയിരിക്കും, പക്ഷെ റെഡ്മിയുടെ അത്ര പെർഫോമൻസ് ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല അവർക്ക് 2 വർഷത്തെ OS അപ്ഗ്രേഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ റെഡ്മി ആണെങ്കിൽ 3 വർഷത്തെ OS അപ്ഗ്രേഡ് കൊടുക്കുന്നുണ്ട്. പണ്ട് റെഡ്മി 2 വർഷമായിരുന്നു, ഇപ്പം 3 വർഷത്തേക്ക് മാറ്റിയിട്ടുണ്ട് അവർ. പക്ഷേ റിയൽമി ഇപ്പോഴും 2 വർഷത്തെ OS അപ്ഗ്രേഡ് മാത്രമേ കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.